ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. നമുക്കിന്ന് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഞങ്ങൾ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പോയി ഇന്നലെ. അപ്പോൾ ഇന്നലെ അവിടെ നല്ല അടിപൊളിയായിട്ട് ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് കാണാനും. ഇത്ര നടന്നാലും തീരൂല, കണ്ട് ഇത്രത്തോളം ഉണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാൻ, വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത് ഇവിടുത്തെ പൂക്കളാട്ടോ. ഇത് ഞാൻ അവിടുത്തെ അവിടെ ഒരു ഷോറൂമിൽ ഫുള്ള് ഇങ്ങനെ പൂക്കളാണ്. നമ്മളെ വീട്ടിലേക്കൊക്കെ വെക്കാൻ പറ്റിയ വീട്ടിൽ ഷോക്കേസിലും, അതുപോലെ തന്നെ നമ്മളെ പിന്നെ വീടിൻ്റെയൊക്കെ ഓരോ മൂലയിലൊക്കെ നമ്മൾ കൊണ്ടുവയ്ക്കുമല്ലോ ചെടികളും പൂക്കളൊക്കെ, അങ്ങനത്തെ പൂക്കളൊക്കെയാണിത്. പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പോയത് നല്ലോണം മുതലായിട്ടുണ്ട്. ഞങ്ങൾക്ക് പൈസ കുറച്ച് ചിലവായാലും നല്ലോണം മുതലായിട്ടുണ്ട്. പക്ഷെ നല്ല റേറ്റാണ് എല്ലാ കാര്യങ്ങൾക്കും, എന്ത് വാങ്ങണമെന്നുണ്ടെങ്കിലൊക്കെ. എന്നാലും ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഇന്നലെ. നമുക്ക് ഞാൻ അവിടെ പിന്നെ ആദ്യം അങ്ങോട്ട് കയറുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതൊക്കെ ഷോക്കേസിൽ വെക്കാൻ പറ്റിയ ഫ്ലവർ കേട്ടോ. കാരണം അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഷോക്കേസിലൊക്കെ നമുക്ക് വെക്കാനും, അതുപോലെ കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി. ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ മേടിച്ച് എല്ലാം നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ മുൻഭാഗമാണിത്. നമ്മൾ ചെന്ന് കയറണ സ്ഥലമാണിത്. ഇതിലാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലണത്. ഇതിലെങ്ങനെ പോയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറണത്. ഇത് നമുക്ക് റോട്ടുമെന്ന് തന്നെ ഉള്ള സ്ഥലമാണ്. ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ വീഡിയോ അല്ല, അവിടെ അല്ല ശരിക്കും. പക്ഷെ പുറത്തുനിന്നൊക്കെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കയറിയാണ്ട് വീഡിയോ എടുക്കാൻ പാടില്ല. ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമല്ലോ സാധനങ്ങൾ വാങ്ങാനും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാണ്ട് വീഡിയോ എടുക്കരുത്, പുറത്തുനിന്ന് നിങ്ങൾ എടുത്തോളിന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ ഇത് മയിലിനെ ഉണ്ടാക്കി വെച്ചാൽ അത് വിഷു ആയിട്ട് അവരുണ്ടാക്കി വെച്ചതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് അവിടെ പോയി കണ്ടാൽ തന്നെ അതിൻ്റെ ഭംഗി നല്ലോണം അറിയുള്ളൂ. ഇത് പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ, ഇരുന്ന് പോകാൻ പറ്റിയൊരു ഇതാണിത്. പിന്നെ ഡ്രസ്സ്, അതുപോലെ ഷൂവ്, മേക്കപ്പ് സാധനങ്ങൾ ഒക്കെ ഉണ്ട്.
പിന്നെ കുട്ടികൾക്ക് കളിക്കണ ഗെയിം ഉണ്ടല്ലോ, ഗെയിംസാണ് ഇവിടേക്ക് ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് ചെന്ന് ഞങ്ങൾ അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പം 1000 രൂപ തൊട്ട് 10000 രൂപ വരെ ടിക്കറ്റിൻ്റെ പൈസ ഉണ്ട് അവിടെ. ആ 1000 രൂപയിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഗെയിംസ് എടുത്ത് തിരഞ്ഞെടുത്ത് കളിക്കുക. 10000 രൂപയ്ക്കൊക്കെ കൊടുക്കണം ടിക്കറ്റിന്. അത് ഫുള്ള് അവിടുത്തെ എല്ലാ ഫുള്ള് ഗെയിംസും കളിക്കാമെന്ന് അവർ പറഞ്ഞ്. അതിലൊന്നും ഞങ്ങൾ കുട്ടികൾ കയറിയില്ല. കുറച്ച് 2-3-4 ഗെയിംസൊക്കെ കളിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെയാണ് അവിടുത്തെ സാധനങ്ങൾ കാണാനാണ് ഭയങ്കര ഭംഗി കേട്ടോ. നല്ല ഭംഗിയായിട്ട് കാണുന്ന അതാണ് ഭംഗി തോന്നുന്നത്. പിന്നെ പുഡിങ്ങും കാര്യങ്ങളും, പിന്നെ പുഡിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പുഡിങ്ങൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇതാണ് ഫുഡ് കോർണറാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി ഓരോരുത്തർക്ക് വേണ്ടി ഫുഡ് എന്തെങ്കിലും അതാ ഓർഡർ ചെയ്തു. ഓരോരുത്തർക്ക് ഒരാൾക്ക് മന്തി വേണം, ഒരാൾക്ക് അൽഫാം വേണം, ഒരാൾക്ക് KFC ആണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ബ്രോസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആവശ്യമുള്ളത് ഓരോരുത്തർക്ക് ആവശ്യമുള്ളത് അങ്ങോട്ട് ഓർഡർ ചെയ്ത് കൊടുത്ത്. അങ്ങനെ മന്തി അൽഫാമും എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് വീണ്ടും അവിടെ ഫുള്ള് ചുറ്റി കറങ്ങാൻ വേണ്ടി തന്നെ പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എവിടെയെന്ന് വെച്ചാൽ, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഒരുപാടുണ്ട്. അത് നല്ല ഭംഗിയിലുണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടാണ് ഞാൻ അങ്ങോട്ടാണ് പോയത്. കാരണം എനിക്ക് അവിടെ കാണാൻ ഭയങ്കര താല്പര്യമുണ്ട്. കാരണം അവിടെ നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പം ഭയങ്കര വില ഉണ്ട്. ഇതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ട്, കാണാൻ ഭംഗിയുണ്ട്. വിലക്കനുസരിച്ച് നല്ല സാധനമാണ് കേട്ടോ അവിടെ ഉള്ളത്. അങ്ങനെ പിന്നെ അങ്ങോട്ട് പോയി ഞങ്ങൾ. കുട്ടികൾ ഗെയിം കളിക്കണ ഇതിലൊക്കെ പോയി. ഇവിടെ ഗെയിമൊക്കെ കളിച്ചു. ബലൂണൊക്കെ പൊട്ടിക്കാലെ ഗെയിമിലൊക്കെ 100 രൂപ ടിക്കറ്റ് എടുത്ത് കയറി കളിച്ചു. പക്ഷെ ഒരു ബലൂണേ പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 8 ബലൂൺ പൊട്ടിക്കണം, എന്നാലും ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ 8 ബലൂണൊന്നും പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. കുട്ടികളെ സന്തോഷമാണല്ലോ നമ്മളെ സന്തോഷം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലേക്ക് കയറി. ഞാനും 3 കുട്ടികളും കയറിയത്. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് അതിൻ്റെ ഉള്ളിൽ വേറെ ആൾക്കാരുണ്ടാവുന്നേനി. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആൾക്കാരില്ലേനി. ഞങ്ങൾ 3 കുട്ടികളും ഞാനും മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി. പിന്നെ അത്യാവശ്യം നല്ല പേടിയാണ് കേട്ടോ. ഗസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഭയങ്കര പേടിയുണ്ട്. നമ്മളെ പേടിപ്പിക്കണ രൂപത്തിലുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കിട്ടോ.
കണ്ടിട്ട് പൂതി തീരുന്നില്ല, അത്രക്കും സാധനങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് വീട്ടുപകരണങ്ങളാകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണല്ലോ, ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയതും ഒക്കെ ആകുമ്പോൾ. നല്ല അടിപൊളിയായിട്ടുള്ള മിററിൻ്റെ ക്ലോക്കുകൾ, നല്ല അടിപൊളിയായിട്ടുള്ള സാധനങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഞാൻ ഒരുപാട് നേരം ചിലവഴിച്ചിട്ടുണ്ട്. ഗസ്റ്റ് മുന്നിലെത്തുന്നത്. ഗസ്റ്റ് മുന്നിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് ആദ്യം പേടി വന്നു കയറണോ എന്നുള്ളത്. എന്നാലും ഞങ്ങൾ കയറിയപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ ഗോസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ പ്രേതങ്ങളുടെ ഒരു കലവറയാണല്ലോ. അപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് കയറി പോയത്. അതൊരു ഒറിജിനൽ അല്ലല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തോടെ കയറി വെച്ച് അവിടെ നമുക്ക് പേടി കാരണം പാവകളാണ്. എന്നാലും അവർ കണ്ടാൽ പോകാൻ വച്ചിട്ടുണ്ടോ? ഇടക്കിട്ടോ ടോർച്ച് എത്തിച്ചോട്ടെ.